സ്വന്തമായി റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. റൂബിക്സ് ക്യൂബ് സൊല്യൂഷൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് ഈ വീഡിയോയിലുള്ളത്. സോ എല്ലാവരും പസിൽ കളിക്കാൻ റെഡി ആയിക്കോ. ഒരു റൂബിക്സ് ക്യൂബ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ പരിചയപ്പെടുക എന്നതാണ്. ഒരു റൂബിക്സ് ക്യൂബിന് 6 വശങ്ങളുണ്ട്. 6 വശങ്ങൾക്കും അതിൻ്റേതായ യുണീക്ക് കളേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നീല, ഓറഞ്ച്, പച്ച, ചുവപ്പ്, വെള്ള, മഞ്ഞ. ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മൂവ് നൊട്ടേഷൻസ് മനസ്സിലാക്കുക എന്നാണ്. മൂവ് നൊട്ടേഷൻസ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പറയുന്ന അൽഗോരിതംസ് നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലാകുകയില്ല. നമ്മളെ ഫേസ് ചെയ്യുന്ന ക്യൂബിൻ്റെ സൈഡ്, അതായത് ഈ സൈഡ്, ഇതിനെ നമ്മൾ ഫ്രണ്ട് സൈഡ് എന്ന് വിളിക്കുന്നു. നമ്മുടെ വലതുവശത്തുള്ള, അതായത് ഈ സൈഡ്, ഇതിനെ നമ്മൾ റൈറ്റ് സൈഡ് എന്ന് പറയും. നമ്മുടെ ഇടതുവശത്തുള്ള ഈ സൈഡ്, ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ടോപ്പ് ഭാഗത്തുള്ള, അതായത് മുകളിലുള്ള ഈ ഭാഗത്തെ നമ്മൾ അപ്പ് സൈഡ് എന്ന് വിളിക്കുന്നു. അടിവശത്തുള്ള ഇതിനെ നമ്മൾ ഡൗൺ സൈഡ് എന്ന് വിളിക്കുന്നു. ഇനി ഈ മൂവ് നൊട്ടേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫ്രണ്ട് സൈഡ് ക്ലോക്ക് വൈസ് കറക്കണം. ഇതാണ് ഫ്രണ്ട് മൂവ് നൊട്ടേഷൻ. ഇനി ഞാൻ ഫ്രണ്ട് ഇൻവേർട്ടഡ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് കറക്കണം. അതായത് ക്ലോക്ക് വൈസിനെതിരെ ഇതുപോലെ. അതുപോലെ തന്നെ ഞാൻ എക്സാമ്പിൾ റൈറ്റ് സൈഡിൽ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് കറക്കണം. ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് റൈറ്റ് ഇൻവേർട്ടഡ്, ഇങ്ങനെ കറക്കണം. അതുപോലെ ഓരോ സൈഡിനും അതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും പ്രോപ്പറായി നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക. ഇത് വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ റൂബിക്സ് ക്യൂബ് സൊല്യൂഷനിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്, അൽഗോരിതംസ്. എന്താണ് അൽഗോരിതംസ്? അൽഗോരിതംസ് കേൾക്കുമ്പോൾ തന്നെ കണക്കിനെ വെറുക്കുന്നവർ ഈ വീഡിയോ ഇപ്പം നിർത്തിപ്പോകും. എന്നാൽ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല അൽഗോരിതംസ്. സിമ്പിളായിട്ടുള്ള അൽഗോരിതംസ് ആണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ക്യൂബ് തൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നു. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു അൽഗോരിതം ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അൽഗോരിതം ഇതാണ്. നമ്മൾ മൂവ് നൊട്ടേഷൻ പഠിച്ചതാണ്. അപ്പം അതുപോലെ അതനുസരിച്ച് ചെയ്ത് നോക്കുക. റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ. ഈ അൽഗോരിതം നമ്മൾ 6 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ക്യൂബ് തൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 1 നമ്മൾ ചെയ്തു, ഇനി 5 എണ്ണം കൂടെ. റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ 1. റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ 2. റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ 3. റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ 4. റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ 5. അപ്പം ഈ ക്യൂബ് അങ്ങനെ സോൾവ് ആയി. സോ നെക്സ്റ്റ് നമുക്ക് ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ ഇനി റൂബിക്സ് ക്യൂബ് സൊല്യൂഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സൈഡ് സോൾവ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. ഒരു സൈഡ് സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്താണ് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് എടുത്തു. നമ്മൾ ഈ സൈഡാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ സൈഡിലെ കളർ ഗ്രീൻ ആണ്. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ, ഏതൊരു സൈഡ് എടുത്താലും അതിൻ്റെ സെൻറ്റർ പോർഷൻ ആയിരിക്കും അവിടുത്തെ കളർ. ഓക്കെ, ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ക്രോസ് ഫോം ചെയ്യണം. അതായത് ഈ 4 കീസ് ചേർന്ന് കൊണ്ടുള്ളൊരു ക്രോസ്. അപ്പോൾ നമ്മൾ ആ ക്രോസ് ഫോം ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരേണ്ട കീ ഏതാണെന്ന് നോക്കുക. ഗ്രീനും യെല്ലോയും ആയിട്ടുള്ള ഒരു കീ ആയിരിക്കും ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മളത് ക്യൂബ് നോക്കി സ്പോട്ട് ചെയ്യുക.
അതാ നമ്മളിവിടെ സ്പോട്ട് ചെയ്തു ആ കീ ഗ്രീനും യെല്ലോയും വരുന്നൊരു കീ. ഓക്കെ, നമ്മൾ സ്പോട്ട് ചെയ്തു. എവിടെയാണോ വരേണ്ടത് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കണം. അതായത് ഇവിടെ വരേണ്ട കീ ഇവിടെ അടിയിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ നമുക്കിവിടെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന കീ നമ്മൾ അടിയിൽ കൊണ്ടുപോയി എത്തിച്ചു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രീനും യെല്ലോയും വന്നു. ഓക്കെ, നമ്മളിവിടെ മേളിൽ കൊണ്ടുവരാൻ വേണ്ടി 2 തവണ തിരിക്കുക. 1 2. ഓക്കെ, നമ്മൾ ഇവിടെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ബാക്കി ജോയിൻ ചെയ്ത് ശരിയാക്കുകയാണ്, ക്രോസ് ആക്കുവാൻ പോവുകയാണ്. ഇനി ക്രോസിൻ്റെ വേറൊരു കീ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കുക, ഇവിടെ വൈറ്റ് ഗ്രീൻ, ഇപ്പം വൈറ്റ് ഗ്രീൻ ഉള്ള ഒരു കീ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വൈറ്റ് ഗ്രീൻ ഉള്ളൊരു കീ നമ്മൾ സ്പോട്ട് ചെയ്തു. നമുക്ക് ഇവിടെയാണ് വരേണ്ടത്, നമ്മൾ അടിയിൽ കൊണ്ട് വെക്കണം. ഓക്കെ, നമ്മൾ വൈറ്റ് ഗ്രീൻ ഉള്ള കീ സ്പോട്ട് ചെയ്തു, നമ്മൾ അടിയിൽ കൊണ്ട് വെച്ചു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 വട്ടം തിരിച്ചു. 1 2. നമ്മുടെ കീ നേരെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ നേരിടാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഫസ്റ്റ് അൽഗോരിതം ആപ്ലിക്കേറ്റ് ചെയ്യുക. സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന അൽഗോരിതം പ്രോപ്പറായി നോക്കുക. ഫ്രണ്ട് ഇൻവേർട്ടഡ് അപ്പ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ് അപ്പ് ഇൻവേർട്ടഡ്. അൽഗോരിതം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര പെട്ടെന്നാണ് ഈ ക്യൂബ് മാച്ച് ആയത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന മെത്തേഡും ഈ അൽഗോരിതം ഉപയോഗിച്ച് ഈ ക്രോസ് സെക്ഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത അൽഗോരിതം പ്രകാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ നിൽക്കുക. ഇനി ഇത് ശരിയാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ക്രോസ് പൊസിഷൻ നമ്മൾ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തെ സൈഡിലെ, അതായത് അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സൈഡിലെ കളറുമായിട്ട് അത് മാച്ച് ആവും. നോക്കൂ, ഗ്രീൻ റെഡുമായിട്ട് മാച്ചായി. ഇവിടെ യെല്ലോ ആയിട്ട് മാച്ചായി. ഇവിടെ ഓറഞ്ച് മാച്ചായി, വൈറ്റ് മാച്ചായി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 4 കോർണർ പീസ് നമുക്ക് കറക്റ്റ് ആക്കണം. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ അൽഗോരിതം വരുന്നത്. അത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എവിടെയാണോ ഏത് കീ ആണോ വരേണ്ടത് അത് സ്പോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, കൺസിഡർ നമുക്ക് ഈ ഒരു സ്ഥലം എടുക്കാം. ഗ്രീൻ വൈറ്റ് ഓറഞ്ച് കീ ഉള്ള ഒരു കീ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളത് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ ആ കീ സ്പോട്ട് ചെയ്തു. എവിടെയാണോ നമുക്ക് കീ വരേണ്ടത് അതിൻ്റെ അടിയിൽ അത് കൊണ്ടുപോയി വെക്കണം. സോ ശ്രദ്ധിക്കുക, ഇവിടെയാണ് കീ ഉള്ളത്, നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കണം. സോ നമ്മൾ അതിന് ഒന്ന് താഴോട്ടാക്കുമ്പോൾ ഇവിടുത്തെ നേരത്തെ ക്രോസ് പോകും. അപ്പോൾ അത് പോകാതിരിക്കുവാൻ വേണ്ടി നാം അതൊന്ന് തിരിക്കണം. നേരത്തെ പൊസിഷനിലേക്ക് ക്രോസിനെ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇവിടെയാണ് ആ കീ എത്തിയിരിക്കുന്നത്, വൈറ്റ് ഓറഞ്ച് ഗ്രീൻ. സോ നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുപോയി പൊസിഷനിലെത്തിക്കുന്നു, അടിവശത്തെത്തിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് അൽഗോരിതം ആപ്ലിക്കേറ്റ് ചെയ്യുന്നു. അൽഗോരിതം മറക്കരുത്, നോക്കുക. റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ, റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ. ഇതായിട്ടില്ല, ഇതല്ല വരേണ്ടത്, വേറെ കീയാണ് വരേണ്ടത്. റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ. ഇത് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഇതും ഈ ഗ്രീനുമായിട്ട് മാച്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ച് കറക്റ്റായി സ്പോട്ട് ചെയ്തുകൊണ്ട് ബാക്കി 3 സ്ഥലങ്ങളും നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മുൻപ് പറഞ്ഞ പ്രകാരം ആ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ ഫോർമുല ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂബ് ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സൈഡും ചെക്ക് ചെയ്യുക. നിങ്ങൾ കറക്റ്റായ വിധത്തിലാണ് ചെയ്തിട്ടുണ്ടാവുമെങ്കിൽ ഈ കളർ സെയിം ആയിരിക്കും, അത് ഇതിൻ്റെ സെൻട്രൽ പോർഷനുമായി മാച്ച് ആവുകയും ചെയ്യും. അതുപോലെ എല്ലാ സൈഡും ചെക്ക് ചെയ്യുക. ഇവിടെ ഒരു T ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.
സോ ഇനി ബാക്കി എങ്ങനെ നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സോ അതുവരേക്കും ദിസ് ഇസ് ജോണി ടോജോ സൈനിങ് ഓഫ് വിത്ത് ക്യാമറ മച്ചാൻ ജെറിൻ. അപ്പോൾ ഫോണിൽ കിടന്ന് കളിക്കാതെ പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്.